അതേസമയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കുട്ടികളുടെ ഫോട്ടോ പ്രചരിക്കണമെന്നും അല്ലെങ്കിൽ അത് പുറത്തുവിടണം എന്നുള്ള വാഗ്വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഫോട്ടോ പുറത്തുവിടുന്നതിൽ തെറ്റുണ്ട്. കൊടും ക്രിമിനലുകളായ ഈ കുട്ടികളുടെ ഫോട്ടോ പുറത്തുവിടണമെന്ന് തന്നെയാണ് 90% മലയാളികളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഷഹബാസിന്റെ മരണ വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളെ ഓരോരുത്തരെയും സങ്കടക്കടലിൽ ആഴ്ത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂര മനോഭാവം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും അവരെല്ലാം കൊടും ക്രിമിനലുകൾ തന്നെയാണ്. അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം. കാരണം ആസൂത്രണം ചെയ്ത് വെൽ പ്ലാനായി ഒരു കുട്ടിയെ ഇല്ലാതാക്കാൻ അവർ പരിശ്രമിച്ചു. അതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ എവിടുന്നോ കിട്ടിയ അറിവുകളോടെ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. ഇതിനുവേണ്ടി മാത്രം ഗ്രൂപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ മെസ്സേജുകളും അവർ ചെയ്തു. ഇതിനകത്ത് പ്രധാനപ്പെട്ട തെറ്റുകാരൻ ഒരു കുട്ടിയുടെ പിതാവാണെന്നും ഇപ്പോൾ അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നു. കാരണം ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകിയത് ഈ പിതാവായിരുന്നു. പിതാവിന്റെ തെറ്റുകളും നമ്മൾ എടുത്തു കാണിക്കണം. കാരണം ഇത്തരത്തിലുള്ള പിതാക്കന്മാരാണ് കുട്ടികളെ ഗുണ്ടാ സംഘത്തിലേക്കും അതുപോലെ തന്നെ ഗുണ്ടാ തലവന്മാരായി വളർത്തുകയും ചെയ്തു. വെറും 15 വയസ്സുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവരുടെ ഓരോ അപ്ഡേഷനുകളും നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തയ്യാറായത്. എന്നാൽ ഈ കുട്ടികൾ പരീക്ഷ എഴുതരുതെന്നും അതുപോലെ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നു. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശം ഉണ്ടോ എന്ന ചോദ്യം നമുക്ക് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ തെറ്റ് ചെയ്ത് അത് കൃത്യമായി മനസ്സിലാക്കി അവർക്കൊരു ശിക്ഷ നടപ്പാക്കി അവർ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ജയിലിൽ അവർക്ക് കൃത്യമായി പഠിക്കുന്നതിനും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നതിനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സിസ്റ്റം ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ തടയുന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. ഏതെങ്കിലും ഒരു കാരണത്താൽ ഈ വർഷം കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നത് മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ പോലും അടുത്ത വർഷം അവർക്ക് പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് ജയിലിനുള്ളിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് നല്ലത് തന്നെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കൊടും ക്രിമിനലിനും കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനുള്ള അവകാശമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ നിയമ സാധ്യതകൾ കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള അവകാശം നൽകുന്നു. തീർച്ചയായും 15 വയസ്സുള്ള കൊടും ക്രിമിനലുകൾ ചെയ്ത തെറ്റല്ലാതെ ആകുന്നു. എന്നാൽ പോലും അവർക്ക് അവകാശമാവുന്ന ഏത് കുറ്റവാളികൾക്കും അവകാശം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസവും പരീക്ഷയും ആ കുട്ടികളും എഴുതുന്നു. അതേസമയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കുട്ടികളുടെ ഫോട്ടോ പ്രചരിക്കണമെന്നും അല്ലെങ്കിൽ അത് പുറത്തുവിടണം എന്നുള്ള വാഗ്വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഫോട്ടോ പുറത്തുവിടുന്നതിൽ തെറ്റുണ്ട്. കൊടും ക്രിമിനലുകളായ ഈ കുട്ടികളുടെ ഫോട്ടോ പുറത്തുവിടണമെന്ന് തന്നെയാണ് 90% മലയാളികളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ബാലാവകാശ കമ്മീഷന്റെ നിയമപ്രകാരം കുട്ടികളുടെ ഫോട്ടോ, അഡ്രസ്, പഠിക്കുന്ന സ്കൂൾ, അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്കടക്കം വലിയ തെറ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാനും കാരണമാകുന്നുണ്ട്. ഏകദേശം 3 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയും നൽകുന്ന ഒരു കുറ്റകൃത്യമാണിത്. ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ കൊടും ക്രിമിനലുകളായ ഈ കുട്ടികളുടെ ഫോട്ടോ നമുക്ക് എവിടെയും പങ്കുവെക്കാൻ പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ കുട്ടികൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടാണ് കുട്ടികളുടെ ഫോട്ടോ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കാത്തത്. പ്രായപൂർത്തിയായ കുറ്റവാളികളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഫോട്ടോ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ടാവില്ല. 18 വയസ്സാകാത്തത് കൊണ്ടും കുട്ടികളാണെന്നുള്ള കുറച്ച് കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ടുമായിരിക്കാം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് കർശനമായ നിയമ നടപടികൾ ഇനിയും സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതൽ ആകുമെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കേരളത്തിന്റെ പോക്ക് ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അക്രമം മാത്രമായിരിക്കും നമ്മുടെ കേരളത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതും 15 വയസ്സുള്ള ഒരു കുട്ടി, 15 വയസ്സുള്ള കുട്ടികൾ തന്നെ ഇല്ലാതാക്കിയ ഈ ഒരു കഥ നമ്മളെ ലോകത്തെ തന്നെ നാണം കെടുത്തിയ ഒരു അവസ്ഥയിലാണ്. അതിന് ഇത്തരത്തിലുള്ള സാമൂഹികമായി ഒരു ബോധവുമില്ലാത്ത കുട്ടികളെ വളർത്തുന്നതിനും നല്ലത് കൃത്യമായ ശിക്ഷാ നടപടികളിലൂടെ അല്ലെങ്കിൽ നിയമ നടപടികൾ ശക്തീകരിച്ചുകൊണ്ട് അവരെ നല്ല വഴിക്ക് നടത്തുക എന്നത് തന്നെയാണ്.